ഒരുപാട് ദൂരെ മാറി നിന്ന് മമ്മൂട്ടിയുടെ അനുഗ്രഹം വാങ്ങിയ അഖിൽ മാരാർ ഇന്ന് അദ്ദേഹത്തെ നേരിട്ട് കണ്ട് സന്തോഷം പങ്കിടുന്നു. ബിഗ് സ്കെയിലിൽ തയ്യാറാവുന്ന മമ്മൂട്ടി, മോഹൻലാൽ, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നയൻതാര ചിത്രത്തിൽ അഖിൽ മാരാറും ഭാഗമാകുന്നുണ്ട്. അഖിൽ മാരാരെ കണ്ടതും അഖിൽ എപ്പോൾ എത്തിയെന്ന് ചോദിച്ചുകൊണ്ട് മമ്മൂട്ടി കുശലാന്വേഷണം നടത്തി. ആ ഒരു സന്തോഷമാണ് ഇപ്പോൾ അഖിൽ മാരാർ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓഗസ്റ്റ് 15 എന്ന സിനിമയുടെ ലൊക്കേഷനിൽ കയറിപ്പറ്റി ചില്ലറ സഹായങ്ങൾ സംവിധാന ടീമിന് ചെയ്തു കൊടുത്തു. എൻ്റെ പ്രധാന ഉദ്ദേശ്യം മമ്മൂക്കയെ നേരിൽ കാണുക എന്നതായിരുന്നു. അന്ന് ദൂരെ മാറി നിന്ന് കണ്ട എനിക്ക് പിന്നീട് എൻ്റെ സിനിമ ചെയ്തപ്പോൾ അടുത്ത് നിന്ന് കാണാനും അനുഗ്രഹം വാങ്ങാനും കഴിഞ്ഞു. എന്നാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ റൂമിൽ കാണാൻ ചെന്ന അനുഭവം ജീവിതത്തിലെ മികച്ച നിമിഷങ്ങളിൽ ഒന്നായിരുന്നു. മലയാള സിനിമയിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സിനിമ ആയി മാറാൻ സാധ്യതയുള്ള ഒരു ചിത്രത്തിൻ്റെ ഭാഗമായി മാറാൻ കഴിയുക, മമ്മൂട്ടി, മോഹൻലാൽ, ഫഹദ്, നയൻതാര, കുഞ്ചാക്കോ ബോബൻ എന്നിവർ ഒന്നിക്കുന്ന 100 കോടിക്ക് മുകളിൽ നിരവധി രാജ്യങ്ങളിലായി മഹേഷേട്ടൻ ഒരുക്കുന്ന പ്രൊജക്ട്. ഇതിൻ്റെ പ്രധാന നിർമ്മാണ പങ്കാളി ജ്യേഷ്ഠ സഹോദരനായ സുഭാഷ് മാനുവലാണ്. ഈ സിനിമയുടെ ആദ്യ മീറ്റിംഗ് മുംബൈയിൽ നടന്നപ്പോൾ ഞാൻ ഒപ്പമുണ്ടായിരുന്നു. ഇത് ചെയ്യണം എന്ന് അന്ന് മുതൽ സുഭാഷ് ഏട്ടനോട് ഞാനും പറഞ്ഞു. എന്തായാലും അത് സംഭവിച്ചു. ശ്രീലങ്കയിൽ ഷൂട്ട് തുടങ്ങുമ്പോൾ ഞാൻ മറ്റൊരു പ്രോജക്റ്റിലായിരുന്നു. ഇനി കഴിഞ്ഞ ദിവസത്തെ അനുഭവം പറയാം. സുഭാഷ് ഏട്ടനും ബേസിലും ഒരുമിച്ചാണ് മമ്മൂക്കയെ കാണാൻ റൂമിൽ ചെന്നത്. വാട്സപ്പിൽ അയക്കുന്ന മെസ്സേജുകൾക്ക് കൃത്യമായി മറുപടി തരുന്ന മമ്മൂക്ക എന്നെ കണ്ടപ്പോൾ തന്നെ അഖിൽ എപ്പോൾ എത്തി എന്ന ചോദ്യം എന്നോട് ചോദിച്ചപ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞു. പിന്നീട് ഒപ്പം ഇരുത്തി അരമണിക്കൂറോളം സംസാരിച്ചു. വല്യേട്ടൻ്റെ പ്രൊമോഷന് പോയപ്പോൾ ഞാൻ സംസാരിച്ചത് മമ്മൂക്ക കേട്ടെന്നും മിക്ക വീഡിയോസ് കാണാറുണ്ട് എന്നും പറഞ്ഞപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. ഖത്തർ മമ്മൂക്ക ഫാൻസിൻ്റെ പ്രോഗ്രാമിൽ അതിഥിയായി പോയപ്പോൾ ഞാൻ പറഞ്ഞത് മമ്മൂക്ക വരും തലമുറയ്ക്ക് ഒരു പാഠപുസ്തകമാണെന്ന്. ഈ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് സ്വയം മാറിക്കൊണ്ടും അത്ഭുതങ്ങൾ തീർത്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച പുസ്തകമാണ് മമ്മൂക്ക. അഭ്രപാളിയിൽ അത്ഭുതം ഒതുക്കാൻ പ്രായത്തെ മനസ്സുകൊണ്ടും പരിശ്രമം കൊണ്ടും കീഴ്പ്പെടുത്തിയ മജീഷ്യൻ, മലയാളിയുടെ അഭിമാനം, സ്വകാര്യ അഹങ്കാരം, ഒരുപാട് സ്നേഹം മമ്മൂക്ക എന്നായിരുന്നു പോസ്റ്റ്.